അമേരിക്കൻ ഹെലികോപ്റ്റർ അറ്റാക്കിനെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇറാൻ ആർമി എത്രത്തോളം സജ്ജമാണെന്ന് കാണിക്കുന്ന ഒരു ആന്റി എലിബോൺ വീഡിയോ അല്ലെങ്കിൽ ആന്റി എലിബോൺ ഡ്രില്ലിന്റെ ഒരു വീഡിയോ IRGC പുറത്തുവിട്ടിട്ടുണ്ട്. കുറച്ച് ഷോട്ടുകളൊക്കെ വെച്ചിട്ട് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് അവർ ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സൂപ്പർ പവർ അല്ലെങ്കിൽ സുപ്രീമിറ്റി എന്ന് പറയുന്നത് ഇറാൻ അറ്റാക്കില് എയർ അറ്റാക്ക് ആണ്. അപ്പോൾ എയർ അറ്റാക്കിലാണ് അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഇറാനിലോട്ട് കടന്നു വരുന്ന ഹെലികോപ്റ്ററുകളെ എങ്ങനെ ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ചെറുത്ത് നിൽക്കേണ്ടത്, ഇവരുടെ റൂട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് വഴിയിലാണ് അവർ ഇറാന്റെ ടെറിട്ടറിയിലോട്ട് കടന്നു വരുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്യുക. ഇതിനൊക്കെ എങ്ങനെ മറികടക്കാം, ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം, ഈ ഹെലികോപ്റ്ററുകളൊക്കെ എങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യാം എന്നുള്ളതിന്റെ ഇവരുടെ ഒരു പരിശീലന ഡ്രിൽ വീഡിയോ ആണ് ഇവര് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാം കേട്ടോ. ഏകദേശം 2.5 മിനിറ്റ് ഉണ്ട് വീഡിയോ കേട്ടോ. ഇതിപ്പോ ഫുട്ടേജ് പുറത്തു വിട്ടിരിക്കുന്നത് റോയൽ ന്യൂസ് ഇംഗ്ലീഷ് ആണ് ഈ ഒരു ന്യൂസിനെ ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. IRGC ആണ് പുറത്തു വിട്ടിരിക്കുന്നത്. جریان باشید. طبق رصد و پایش دیدبانی ما بالگردهای متجاوز رویت شدند. دریافت شد. عوامل انفال بر حسب دستور شخص صبحات به محل مأموریت احتمالی اعزام بشید. برای ما از توقف صدای نهایی حاضر منطقه شدیم که سرکشی منطقه برسیم. അപ്പൊ ഇതാണ് ആ വീഡിയോ. അപ്പൊ ഇവര് ശരിക്ക് ഈ അമേരിക്കയുടെ ഹെലികോപ്റ്റർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാല് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം, അപ്പൊ അത് പ്രതിരോധിക്കാനുള്ള ഇവരുടെ സജ്ജീകരണങ്ങളും ഇവരുടെ സംവിധാനങ്ങളെല്ലാം സജ്ജമാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ കൂടിയാണ് ഈ ഡ്രില്ലിന്റെ ഒരു ഉദ്ദേശം. ഇതിപ്പോ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ സംയുക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങളൊക്കെ നടക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവര് സിറ്റുവേഷൻ എങ്ങനെ ഇവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു, അതേപോലെ തന്നെ ശത്രുവിനെ പേടിപ്പിക്കുക, ഞങ്ങൾ ഇതിന് ക്യാപ്പബിൾ ആണ്, നിങ്ങൾ കയറി വരുമ്പോ നിങ്ങളെ ടാക്കിൾ ചെയ്യാൻ, നിങ്ങളെ അറ്റാക്ക് ചെയ്യാനും നിങ്ങളോട് ചെറുത്ത് നിൽക്കാനും ഞങ്ങൾ ക്യാപ്പബിൾ ആണ് എന്നുള്ളത് ശത്രുവിനെ കാണിക്കുകയും കൂടെ ചെയ്യാന്നുള്ളതാണ് ഇത്തരം ഡ്രില്ലുകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എത്ര ക്യുക്കാണ് ഇവരുടെ ആർമി, എവിടെയാണ് ഇവർക്ക് ലാഗ് വരുന്നത്, എവിടെയാണ് ഇവർക്ക് ഫോൾസ് പറ്റുന്നത്, ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാനും കൂടിയാണ് ഇത്തരം ഡ്രില്ലുകൾ നടത്തുന്നത്. അപ്പോ
അമേരിക്ക പോലെയുള്ള ഒരു ജയന്റിനോട്, ഒരു മിലിറ്ററി ജയന്റിനോട് ഇവരിപ്പോഴും ചെറുത്ത് നിൽക്കുകയാണ്. ആ ചെറുത്ത് നിൽപ്പിന്റെ ഭാഗമായിട്ട് ഇനിയും നിങ്ങൾ ഒരു അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല, നിങ്ങളുടെ ഏത് അറ്റാക്കിനെ ഞങ്ങൾ ടാക്കിൾ ചെയ്യും എന്നുള്ളതും കൂടിയാണ് അവര് ഇത്തരം ഡ്രില്ലിലൂടെയൊക്കെ ഇവർ കാണിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു F-15നെയും F-35നെയൊക്കെ ഇവര് അടിച്ചിട്ടൊരു ഒരു കാര്യത്തെ കുറിച്ച്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മലനിരകളെ മറയാക്കി ലോ ആൾട്ടിറ്റ്യൂഡിലൂടെ ഈ ഫ്ലൈറ്റുകൾ പറന്നു പോകുന്ന സമയത്താണ് ഇവരിതിനെ കണ്ടെത്തും ഷോൾഡർ മൗണ്ടഡ് ആയിട്ടുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളും ഗണ്ണും ഉപയോഗിച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതെല്ലാം ഇതിനകത്ത് കാണാം. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ F-15 ഇവര് അടിച്ചിട്ടേക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ മലനിരകളിൽ ഇവർക്ക് പലതരത്തിലുള്ള IRGCയുടെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളും പലതരത്തിലുള്ള മിലിറ്ററി സംഘങ്ങളും ഉണ്ട്. ഇവരൊക്കെ ഇതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ വരവിനെ. അപ്പോ ഇറാന്റെ മണ്ണിലോട്ട് അതിക്രമിച്ച് കിടക്കുന്ന അമേരിക്കൻ ആർമീനെയും അതേപോലെ തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളെയൊക്കെ അടിച്ചിടുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്കറിയാം, ആ F-15 തകർന്നപ്പോ അതിൽ നിന്നും എന്താ പറയാ രക്ഷപ്പെട്ടിട്ടുള്ള 2 പൈലറ്റുമാര്, അതിൽ ഒരു പൈലറ്റിനെ അമേരിക്ക രക്ഷപ്പെടുത്തി, പക്ഷെ ഒരു പൈലറ്റിനെ അവർക്ക് കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ആ പൈലറ്റിനെ രക്ഷിക്കാൻ പോയ റെസ്ക്യൂ മിഷനിൽ വന്ന ഒരു എയർക്രാഫ്റ്റിനെയും കൂടെ ഇവർ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹെലികോപ്റ്ററിനെ. അപ്പൊ അത്തരത്തിലുള്ള ഈ അമേരിക്കയുടെ എയർ അറ്റാക്കിനെ, അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒക്കെ എയർ അറ്റാക്കിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അതിന് എത്രത്തോളം ക്യാപ്പബിൾ ആണ് ഇവരെന്നുള്ളതും കൂടെ ലോകത്തിനെയും അമേരിക്കനെയും കൂടെ അറിയിക്കുന്നതാണ് ഈ തരത്തിലുള്ള ഡ്രിൽ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറാൻ ഒരിക്കലും അവര് താഴ്ന്നു കൊടുക്കുന്നില്ല, മിലിറ്ററി ജയന്റിന്റെ അർത്ഥം അവർ പേടിച്ചു നിൽക്കുന്നുമില്ല. പകരം നിങ്ങൾ ഇങ്ങ് കയറി വാ, നിങ്ങൾ വന്നതേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നുകൂടെ കാണിക്കുകയാണ് അവർ ഇത്രയും ഡ്രില്ലുകളിലൂടെ എന്നുള്ളതാണ്.